ബോബി ചെമ്മന്നൂർ ഡിമാൻഡിൽ നിന്ന് റിമാൻഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സുപ്രധാനമായ വാർത്ത, അല്പമൊക്കെ ജനപ്രീതി, കേരളത്തിലാകമാനം പ്രശസ്തി ആർജിച്ചിട്ടുള്ള ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ധനാഢ്യനായ ഒരു മനുഷ്യൻ 14 ദിവസത്തെ റിമാൻഡിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതിനെ സംബന്ധമായിട്ട് ഏറ്റവും പ്രത്യേകതയോടെ എടുത്തു പറയപ്പെടുന്ന കാര്യം, അദ്ദേഹം കോടതിയുടെ ഈ ഒരു തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അവിടെ കുഴഞ്ഞു വീണു എന്നതാണ്. അങ്ങനെ കോടതിയുടെ വിധി അദ്ദേഹത്തിന് വിരുദ്ധമല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം സന്തോഷത്തോടെ ഉറപ്പുള്ള 2 കാലിന്മേൽ നടന്ന് വിജയശ്രീലാളിതനായി പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ആരാധകർ അദ്ദേഹത്തെ തോളിലേറ്റി പട്ടണത്തിൽ പ്രദർശനം നടത്തുകയും ചെയ്യുമായിരുന്നു എന്നതാണ് ഇപ്പോൾ നിലവിലുള്ള ഭാഷ്യം. എനിക്ക് സത്യത്തിൽ ബോബി ചെമ്മന്നൂരിനെ പറ്റി യാതൊരു വിവരവുമില്ല. ഇപ്പോഴുള്ള പ്രതീതി വെച്ച് പറഞ്ഞാൽ ബോബി ചെമ്മന്നൂരിനെ പറ്റി അദ്ദേഹത്തിന് തന്നെ നല്ല ഗ്രാഹ്യമില്ല, നല്ല ബോധ്യമില്ല. അങ്ങനെ സ്വയത്തെപ്പറ്റി ബോധ്യമില്ലാത്തൊരു വ്യക്തിയെപ്പറ്റി എനിക്കെങ്ങനെയാണ് ബോധ്യമുണ്ടാകുന്നത്? ഞാൻ ഇങ്ങനെയുള്ള ആളുകളെ അധികം ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി കേരളത്തിൻ്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായി അവരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് ഹണി റോസ് എന്ന് പറയുന്ന ഈ കേസിലെ കംപ്ലൈനൻ്റ്, പരാതിക്കാരി, അദ്ദേഹത്തെ സഹായിച്ചു എന്നതുകൊണ്ട് ഇങ്ങനെയൊരു സംഭവത്തെ തീരെ അവഗണിക്കാനും സാധ്യമല്ല എന്നതുകൊണ്ട് മനസ്സോടെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ ചില കാര്യങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിൽ എന്തെങ്കിലും എക്സ്പെർട്ടീസ് ഉള്ള ഒരു വ്യക്തിയെ അല്ല. എനിക്ക് കോടതി അറിഞ്ഞുകൂടാ. എനിക്ക് ഈ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളുടെ സങ്കീർണത എനിക്ക് അറിഞ്ഞുകൂടാ. പരാതിക്കാരിയുടെ സ്റ്റേറ്റസോ അവരുടെ പ്രത്യേകമായ നേട്ടങ്ങളോ അവരുടെ കലാപരമായ സെൻസിറ്റിവിറ്റീസോ അതൊന്നും എനിക്കറിയില്ല. എന്നാൽ പൊതുശ്രദ്ധയിൽ ഇപ്പോൾ വീങ്ങി നിൽക്കുന്ന ഈ ഒരു സംഭവ വികാസത്തെപ്പറ്റി ചില ചിന്തകൾ എൻ്റെ മനസ്സിൽ നുഴഞ്ഞ് കയറി വരുന്നുണ്ട്. അത് നിങ്ങളുമായി പങ്കിടുക എൻ്റെ ഒരു ധർമ്മമാണ്, കടമയാണ്. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുകയാണ്. ഇവിടെ എനിക്ക് ആദ്യമായിട്ട് ഇവരോടും പറയാനുള്ളത്, ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അവ ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടണം, അതിന് യാതൊരു സംശയവുമില്ല. എനിക്ക് എതിരഭിപ്രായം ഈ വിഷയത്തിൽ അല്പം പോലുമില്ല. കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം. എന്നാൽ അതേസമയം തന്നെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു ചെറിയ ചിന്തകൻ എന്ന നിലയിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ അല്പമൊക്കെ ഒന്ന് അടുത്ത് പരിചയപ്പെടുവാൻ, മനസ്സിലാക്കുവാൻ ദീർഘനാൾ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏവരോടും പറയാനുള്ളത്, കുറ്റം ചെയ്യുന്നവരെ സൂക്ഷ്മമായി കണ്ടുപിടിച്ച് വളരെ മികവോടുകൂടെ ശിക്ഷിക്കുക എന്നതിലുപരിയായി മറ്റൊരു ദൗത്യമുണ്ട്. അതിനെപ്പറ്റി ആരും ഒരു വാക്ക് പോലും ഉരിയാടാത്തത് കൊണ്ടാണ് ഞാൻ പ്രധാനമായും ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ ആവർത്തിച്ച് പറയട്ടെ, തെറ്റിദ്ധാരണ ഒഴിവാക്കേണ്ടതിന് മനഃപൂർവ്വം ആവർത്തിച്ച് പറയട്ടെ, കുറ്റവാളികളെ സംരക്ഷിക്കണമെന്നോ അവരെ വെള്ളപൂശണമെന്നോ അവരെ ന്യായീകരിക്കാൻ വിചിത്രമായ വാദമുഖങ്ങൾ കണ്ടുപിടിക്കണമെന്നോ ഇതൊന്നും എൻ്റെ പക്ഷമല്ല. അതിന് വളരെയധികം പ്രാഗൽഭ്യമുള്ള ഒരു കലാകാരൻ കേരളത്തിലുണ്ട്. അവൻ്റെ പേര് രാഹുൽ ഈശ്വരൻ എന്നാണ്. പ്രത്യേകിച്ച് പണക്കൊഴുപ്പുള്ള പണച്ചാക്കുകൾ എന്ത് വികൃതി കാണിച്ചാലും, എന്ത് കുറ്റകൃത്യം ചെയ്താലും അവരെ 24/7 365 days നിന്ന് അവിരാമം
നീതീകരിക്കുകയും ന്യായീകരിക്കുകയും വെള്ളപൂശുകയും അവർക്ക് വേണമെങ്കിൽ വിശുദ്ധന്മാരുടെ തലപ്പാ വെച്ചു കൊടുക്കുകയും ചെയ്യാൻ രാഹുൽ ഈശ്വറിനേക്കാൾ കഴിവുള്ള ആരും കേരളത്തിൽ നിന്നല്ല ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല, ഉണ്ടാകാതിരിക്കട്ടെ എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അദ്ദേഹത്തിന് ആ ചുമതല പൂർണ്ണമായി ഒഴിഞ്ഞ് വിട്ടുകൊണ്ട്, ഈ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തെ വണങ്ങി ഞാൻ ആ ഒരു മേഖലയിൽ നിന്ന് പിന്മാറുകയാണ്. എന്നാൽ പിന്മാറുന്നതിന് മുൻപ് ഞാൻ അദ്ദേഹത്തോടുള്ള എൻ്റെ കടപ്പാട് അറിയിക്കുന്നു. കാരണം ബോബി ചെങ്ങന്നൂരിൻ്റെ ഈ ഒരു ചെമ്മന്നൂർ ഏതായാലും നിങ്ങൾ ക്ഷമിക്കണം, എനിക്ക് എല്ലാ ആളുടെ പേരൊന്നും അറിയില്ല. ചെമ്മന്നൂർ ഈ ബോബി ചെമ്മന്നൂരിൻ്റെ അവസ്ഥയോട് വാസ്തവത്തിൽ ക്രിസ്തീയമായ ഹൃദയ അലിവോടുകൂടെ ആർദ്രതയോടെ പ്രതികരിച്ച വ്യക്തികളിൽ ഏറ്റവും അഗ്രഗണ്യനാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹം പറഞ്ഞത് ബോബി ചെമ്മന്നൂർ ഇതൊക്കെ ചെയ്തു ശരിയാണ്, പക്ഷേ അദ്ദേഹം ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞു. ചോദിച്ചില്ല, ക്ഷമ ചോദിക്കാനുള്ള ഒരു മനസ്ഥിതി കാണിച്ച സ്ഥിതിക്ക് ഹണി റോസ് അദ്ദേഹത്തോട് മാപ്പ് കാണിക്കേണ്ടതല്ലേ, അങ്ങനെ കേസ് അവസാനിപ്പിക്കേണ്ടതല്ലേ? അത് അദ്ദേഹം ആത്മീയതയുടെ ഉച്ചകോടിയിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അങ്ങനെ അനുതാപം കാണിക്കുന്നവരോട് പിന്നെ നിയമപരമായി മുൻപോട്ട് പോകുന്നത് ശരിയല്ല, കുറ്റങ്ങൾ പരസ്പരം സഹിക്കുകയും ക്ഷമിക്കുകയും വേണം എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് ആത്മീയമായി വളരെ മാഹാത്മ്യമേറിയതാണെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ അത് വിലപ്പെട്ടു പോകുകയില്ല. ഇവിടെ തൽക്കാലം ആത്മീയതയല്ല, ഇവിടെ നിയമമാണ്. നിയമത്തിൻ്റെ കണ്ണിൽ കൂടെയാണ് ഈ ഒരു സാഹചര്യത്തെ കാണുകയും നിയമത്തിൻ്റെ തലച്ചോറിൽ കൂടെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് എന്നതുകൊണ്ട് രാഹുലിൻ്റെ ഈ അതിവിശിഷ്ടമായ ഈ വാദം അല്പവും വിലപ്പോയില്ല എന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. എന്നാൽ രാഹുൽ ഇപ്രകാരമുള്ള ഒരു വാദം പാവപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രയോജനം വരുന്ന വിധത്തിൽ നാളിന്ന് വരെ പ്രയോഗിച്ചതായി എൻ്റെ അറിവിലല്ല, നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. ഞാൻ സൂചിപ്പിച്ചു വന്ന പ്രധാനപ്പെട്ട കാര്യം, കുറ്റവാളികളെ കണ്ട് മാതൃകാപരമായി ശിക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം കൽപ്പിച്ച് നാം നിർവഹിക്കേണ്ട കടമ, എപ്പോഴും ഒഴിവാക്കിക്കൊണ്ടേയിരിക്കുന്ന കടമ, നമ്മുടെ സമൂഹത്തിൽ ഇപ്രകാരമുള്ള വികൃതികൾ, വൈകല്യങ്ങൾ, മനുഷ്യൻ്റെ അഭിമാനത്തിന് അന്തസ്സിന് പോറൽ വരുന്ന ഇപ്രകാരമുള്ള ചെയ്തികൾ, ഇവയുടെ അടിസ്ഥാന കാരണം എന്താണെന്ന് മനസ്സിലാക്കുകയും ഈ ബലഹീനതയിൽ നിന്ന്, ഈ ചാപല്യത്തിൽ നിന്ന് വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും പ്രത്യേകിച്ച് മനുഷ്യ സ്വഭാവത്തിനാകമാനം വിടുതൽ പ്രാപിപ്പാൻ എന്താണ് മാർഗമെന്ന് സത്യസന്ധമായി തുറന്ന മനസ്സോടെ എല്ലാവർക്കും തുല്യമായ നന്മ വരണമെന്ന സതുദ്ദേശത്തോടുകൂടെയുള്ള ഒരന്വേഷണം നടത്താനുള്ള ആവശ്യം ഇവിടെയുണ്ട്. എന്തുകൊണ്ടോ ഇതാരുടെയും ശ്രദ്ധയിൽ പതിക്കുന്നില്ല എന്നത് എന്നെ നന്നേ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ അനേക കേസുകൾ ലൈംഗിക പീഡന സംബന്ധമായും ബലാത്സംഗപരമായും പല പല മഹാന്മാർ പെട്ടുപോയ കേസുകളൊക്കെ നമ്മുടെ പൊതുശ്രദ്ധയിൽ ദീർഘനാൾ തിരുവാതിര കളിച്ചതാണ്. പക്ഷേ ഈ സംഭവങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോടുള്ള പരാമർശത്തിൽ നിലവിലുള്ള മലയാളിയുടെ കാഴ്ചപ്പാട് എന്താണ്, മലയാളികളുടെ വൈകാരികവും ധാർമ്മികവും ആധ്യാത്മികവുമായ അവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി ഒരു അന്വേഷണം, ഒരു പരാമർശം പോലും നടന്നില്ല എന്നത് നമ്മെ പ്രത്യേകം ചിന്തിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇത് സംബന്ധമായ ഒരേ ഒരു ചിന്ത ഞാൻ വളരെ ബഹുമാന പുരസ്സരം ഏവർക്കുമായി സമർപ്പിക്കട്ടെ. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം, ഈ സംഭവത്തിൻ്റെ കാതലായ പ്രശ്നം, ഈ സംഭവത്തിൻ്റെ രത്നച്ചുരുക്കം എന്താണ്? ഒരു പുരുഷന് ഒരു സ്ത്രീയെ കാണുന്ന വിധം, പരാമർശിക്കുന്ന വിധം, അവളെ വിലയിരുത്തുന്ന വിധം, അവൾക്ക് കൽപ്പിക്കേണ്ട അവസ്ഥയെ മനസ്സിലാക്കുന്ന വിധം, ഇവയിലൊക്കെ കാര്യമായ പ്രശ്നങ്ങൾ, അപരിഷ്കൃത, നീചത്വം,
കിരാതത്വം, മനുഷ്യത്വരഹിതമായ പ്രവണതകൾ, വികാരങ്ങൾ ഇവയൊക്കെയും കടന്നുകൂടി ഇടം പിടിച്ചിരിക്കുന്നു. ഇതാണ് പ്രശ്നം. ഇതിനെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഇത് നാം പൊതുവെ ഉള്ള ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ മനസ്സിലാക്കുന്നതായിരിക്കും ഉത്തമം. ഇതിനകത്ത് മതം കൊണ്ടുവരുവാൻ അല്പം പോലും താല്പര്യപ്പെടുന്നില്ല. ശാസ്ത്രീയമായി നാം ഇതിനെ പരിശോധിക്കുമ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുന്നു. ഇതാണ് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുന്നു. വേണ്ട, നമുക്ക് വേറൊരു ഉദാഹരണം എടുക്കാം. നമ്മളിൽ ആരെങ്കിലും നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു മാവ് നിൽക്കുന്നു. ആരുടെയോ പറമ്പിൽ ഒരു മാവ് നിൽക്കുന്നു. അത് നിറച്ച് പഴുത്ത മാങ്ങയാണ്. അപ്പോൾ ആ മാങ്ങ കാണുമ്പോൾ അതിലൊന്നെനിക്ക് വേണം. അപ്പോൾ എന്നാൽ മോഹം ഉദിക്കുന്നു. അങ്ങനെ മോഹം, അതിന് ഡിസയർ എന്നാണ് പറയുന്നത്. ഡിസയർ, മോഹം, ആഗ്രഹിക്കുന്നു. അവിടെ നിൽക്കുന്ന മാവിലെ പഴുത്ത് നിൽക്കുന്ന മാങ്ങ, അതിൻ്റെ നിറം നല്ലതാണ്, ആകൃതി സുന്ദരമാണ്, അതിനകത്തെ ജ്യൂസിന്, ചാറിന് നല്ല രുചിയുണ്ടായിരിക്കുമെന്ന് ഭൂതകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നന്നേ അറിയുന്നു. അതുകൊണ്ട് ഉള്ളിൽ അതിനെപ്പറ്റി ഒരു ദാഹം തോന്നുന്നു, ഒരു മോഹം തോന്നുന്നു. ഇത്രയുമുണ്ട്. ഇനിയും നാം മനസ്സിലാക്കുക, ഇതെല്ലാവർക്കും തോന്നും, ഇത് ലോകത്തിലുള്ള എല്ലാവർക്കും തോന്നും. പക്ഷേ ഇനി അങ്ങോട്ടാണ് വ്യത്യാസം വരുന്നത്. അങ്ങനെ 10 പേര് നടന്നു പോകുമ്പോൾ ഈ മാവ് അത് നിറച്ച് മാങ്ങ പഴുത്ത് നിൽക്കുന്നു. ഈ 10 പേരും അവിടെ ഈ മാവിൽ നിറഞ്ഞ് പഴുത്ത് നിൽക്കുന്ന മാങ്ങ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ സംജാതമാകുന്ന അവസ്ഥ 10 വിധത്തിലായിരിക്കും. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വ്യക്തി, ഇതിനെ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സെൻസ് ഇംപ്രഷൻ എന്ന് പറയും. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ബാഹ്യമായി നിൽക്കുന്ന ഒരു വസ്തു വന്ന് പതിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണർന്നു വരുന്ന അവസ്ഥ, അതിന് സെൻസ് ഇംപ്രഷൻസ് എന്നാണ് പറയുന്നത്. അതായത് ബാഹ്യമായ ഒരു വസ്തു, ഇതെന്തുമായിക്കൊള്ളട്ടെ, മാങ്ങയാകാം, തേങ്ങയാകാം, സ്ത്രീയാകാം, അല്ലെങ്കിൽ അണ്ണാനാകാം, അല്ലെങ്കിൽ കരടിയാകാം, പാമ്പാകാം, എന്തിനെ കണ്ടാലും അത് നമ്മെ ബാധിക്കുന്ന വിധം ഇംപ്രഷൻസ്, അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെയാണ്, പ്രത്യേകിച്ച് കാണുന്നതിൽ കൂടെയാണ്. അതുകൊണ്ടാണ് കണ്ണിനെ സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നത്. യേശു പറയുന്നുണ്ട്, നിൻ്റെ വലത് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ എറിഞ്ഞു കളയുക എന്നൊക്കെ പറയുന്നതിനകത്തെ അർത്ഥം ഇതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സെൻസ് ഇംപ്രഷൻ അതെല്ലാവർക്കും ഉണ്ടാകും. കണ്ണുപൊട്ടലല്ലെങ്കിൽ അവിടെ മാങ്ങ നിൽക്കുന്നത് കണ്ടാൽ അതിൻ്റെ ഒരു ഇംപ്രഷൻ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകും. പിന്നെ വ്യത്യാസം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിൽ വന്നു പതിക്കുന്ന ഈ സെൻസ് ഇംപ്രഷൻസിനെ നമ്മളെങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. അതെങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, അതെങ്ങനെയാണ് നാം പ്രോസസ്സ് ചെയ്യുന്നത്? അവിടെ നിൽക്കുന്ന മാവിൻ്റെ ആകൃതി കൊണ്ടോ, അത് നിൽക്കുന്ന മാങ്ങായുടെ നിറം കൊണ്ടോ, അത് മാങ്ങായ്ക്കുള്ള രുചി എന്ന് നാം സങ്കല്പിച്ചിരിക്കുന്നതുകൊണ്ടോ അല്ല. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ നമ്മുടെ ഉള്ളിൽ വന്ന് പതിക്കുന്ന ഈ സെൻസ് ഇംപ്രഷൻസിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്, അതിനെ കൈകാര്യം ചെയ്യുന്നത് നാം നാളിതുവരെ പ്രാപിച്ച ധാർമ്മികവും ബൗദ്ധികവും സാംസ്കാരികവും ആത്മീയവുമായ വളർച്ചയനുസരിച്ചാണ്. നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥ എന്താണ്? വെളിയിലുള്ള വസ്തുവിൽ നിന്ന് നമ്മളിൽ പതിക്കുന്ന ആ ഒരു സെൻസ് ഇംപ്രഷൻ, അതോടുകൂടി അതിൻ്റെ പ്രസക്തി, അതിൻ്റെ സ്വാധീനം അവസാനിച്ചു. പിന്നെ നമ്മുടെ ഉള്ളിലെ അവസ്ഥ അതിനെ അങ്ങേറ്റെടുക്കുകയാണ്. അവർ ഇന്നർ സ്റ്റേറ്റ് ടേക്സ് ഓവർ ദ റെസ്റ്റ് ഓഫ് ദ പ്രോസസ്സ്. അതിനെ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ചില ആളുകൾ, ഈ 10 പേരുടെ കാര്യം നാം പറയുമ്പോൾ അതിലൊരാൾ, ആളുടെ ഉള്ളിൽ ഇരിക്കുന്ന സ്ഥിതി അനുസരിച്ച് അതിൽ ഒന്ന് ഞാൻ കഴിച്ചാൽ എന്താണ്, പ്രത്യേകിച്ച് എൻ്റെ ഉടമസ്ഥനെ നോക്കിയിട്ട് കാണാനില്ല, ആരും കാണാതെ അതിലൊരെണ്ണം കൈക്കലാക്കാം എന്ന് പറഞ്ഞ് കല്ലെടുത്തൊരു ഏറ് കൊടുത്തു, ഒരു മാങ്ങ വീണു, അതും എടുത്തുകൊണ്ട് അവൻ ഓടിപ്പോയി. അപ്പോൾ അത് അവൻ്റെ ഉള്ളിലെ അവസ്ഥ. അത് മാങ്ങയല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അവൻ്റെ ഉള്ളിലെ അവസ്ഥ അതാണ്. അപ്പോൾ വേറൊരുത്തൻ ഇതേ മാങ്ങ കണ്ടിട്ട് നല്ലതാണ്, വെള്ളമൊക്കെ ഊറിയിട്ട് പറയും, ഞാൻ കല്ലെടുത്തെറിഞ്ഞ് ആ കല്ല് എന്ന് വേറെ വല്ലവരും തലയിൽ ചെന്ന് കൊണ്ടാൽ അവർ വലിയ പൊക്കാറുണ്ടാക്കും,
അവരെന്നെ ഒന്നിൽ ഓടിച്ചിട്ട് തല്ലും, അല്ലെങ്കിൽ അവർ പോലീസിൽ കൊണ്ട് കേസ് കൊടുക്കും, ഞാൻ വെള്ളത്തിലാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കല്ലെടുത്തെറിയുന്നില്ല. കല്ലെടുത്തെറിയാത്തത് കൊണ്ട് മാങ്ങ താഴെ വീഴുന്നില്ല, എനിക്ക് കഴിക്കാൻ ഭാഗ്യമില്ല, ഞാൻ പോകുകയാണെന്ന് വീട്ടിൽ പോകും. അതും അവൻ്റെ ഉള്ളിലെ ഉൾഗതി, അതുകൊണ്ടാണ് ആ വ്യത്യാസം വന്നത്. മൂന്നാമതൊരാൾ പറയും, ഞാൻ ഈ കല്ലെടുത്തെറിഞ്ഞ് മാങ്ങ വീണാൽ ഞാനെടുത്ത് തിന്നാൻ ചാടി പോകുന്ന അവസ്ഥയിൽ കയ്യാല ചാടി അപ്പോൾ കാല് തെറ്റി വീണ് എൻ്റെ കാല് ഉളുക്കിയാൽ ഒടിഞ്ഞാനോടെ കിടക്കും. അപ്പം വല്ലവരും വന്ന് എന്നെ പിടിച്ച് ആ പാടെ നാണക്കേടാകും. അതുകൊണ്ട് വേണ്ട. മാങ്ങ തിന്നാൻ കൊതിയുണ്ട്, പക്ഷേ എനിക്കത് വേണ്ട. അതും ഉള്ളിലെ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ, അത് പ്രോസസ്സ് ചെയ്യുന്ന വിധമാണ്. നാലാമതൊരുത്തം പറയും, നല്ല മാങ്ങ, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ അത് അന്യോൻ്റെ മുതലാണ്. അന്യോൻ്റെ മുതലിനെ മോഹിക്കുന്നത് വിദ്യാഭ്യാസമുള്ള അല്പമൊക്കെ സത്യസന്ധമായി ആത്മാഭിമാനത്തോടെ ചിന്തിക്കാൻ കഴിവുള്ള എന്നെപ്പോലൊരാൾക്ക് പറ്റിയ പണിയല്ല. മാങ്ങ തിന്നാൻ കൊതിയൊക്കെ ഉണ്ട്, ശരിയാണ്, പക്ഷേ അതെനിക്ക് പറ്റിയ പണിയല്ല. നാലുപേർ കണ്ടാൽ, അബദ്ധത്തിൽ കണ്ടാൽ നാണക്കേട്. പിന്നെ എപ്പോഴും ആളുകൾ പറയും, മാങ്ങാക്കള്ളൻ എന്ന് പറഞ്ഞാൽ കളിയാക്കും, ഊശിയാക്കും. അതുകൊണ്ട് ഏതായാലും ആ പണിക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോകും. അഞ്ചാമതൊരാൾ പറയും, മാങ്ങ നല്ലതാണ്, കണ്ണിനൊക്കെ കണ്ടിട്ട് എനിക്ക് മോഹിക്കുന്നു, വായു വെള്ളം ഊറുന്നു, പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എൻ്റെ വ്യക്തിത്വത്തെ അതെങ്ങനെ ബാധിക്കും? ഞാൻ വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്, എനിക്ക് സംഗതികളെപ്പറ്റി വേണ്ടത്ര ഗ്രാഹ്യമുണ്ട്. അന്യൻ്റെ മുതൽ മോഹിക്കരുതെന്ന് എനിക്കറിയാം. മാത്രവുമല്ല, ആരും എന്നെ ഞാൻ ഈ മോഷ്ടിക്കുന്നത് കണ്ടാലും ഇല്ലെങ്കിലും, ആരെങ്കിലും എന്നെ പിടിച്ച് കേസായാലും ഇല്ലെങ്കിലും, ആത്യന്തികമായിട്ട് എൻ്റെ മനസാക്ഷി എന്നെ കുറ്റം വിധിക്കും. എനിക്ക് വേണ്ടത് മാങ്ങയേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ ചൂളിപ്പോകാതെ നട്ടലോടെ നിവർന്നു നിൽക്കുന്ന ആ അവസ്ഥയാണ്. ഈ ലോകത്തിലെ എല്ലാ മാങ്ങകളെക്കാളും എനിക്ക് താല്പര്യം. അതുകൊണ്ട് ഞാൻ ആ വശത്തേക്ക് പോകുകയില്ല, നോക്കുകയില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു പോകും. അപ്പം ഇങ്ങനെ പലവിധമായ വ്യത്യാസങ്ങൾ വരും. ഈ വ്യത്യാസങ്ങൾ വരുന്നത് ആകസ്മികമായി വരുന്നതല്ല. അത് ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ നാളിതുവരെ കടന്നു പോയിട്ടുള്ള അനേക അനുഭവങ്ങൾ, കേട്ടിട്ടുള്ള നിരവധി പ്രബോധനങ്ങൾ, അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള പല മാതൃകകൾ, വായിച്ചറിഞ്ഞിട്ടുള്ള അറിവുകൾ, അവൻ ചിന്തിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആന്തരികമായ അവസ്ഥ, ഇവയെല്ലാത്തിൻ്റെയും ആകത്തുകയാണ് ഒരു വ്യക്തിയുടെ മനോഭാവം എന്നുള്ളത്. മനോഭാവം, മനസ്സിൻ്റെ ഭാവം, അതിൻ്റെ ഉള്ളിലെ അവസ്ഥ. അതായത് സെൻസ് ഇംപ്രഷൻസ് പ്രോസസ്സ് ചെയ്യുന്ന അകത്തെ ഫാക്ടറി എന്ന് വെച്ചോളൂ. ഒരു സമൂഹത്തിൻ്റെ കടമ എന്താണ്? അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനോഭാവം, ഉള്ളിലെ അവസ്ഥ, അവരുടെ ധാർമ്മിക ബോധം, മനുഷ്യ അന്തസ്സിനെ പറ്റിയുള്ള അവർ കൽപ്പിക്കുന്ന വില, മറ്റുള്ളവരെ പറ്റി കരുതണം എന്ന ബോധ്യം, സ്വന്തം താല്പര്യവും അന്യൻ്റെ താല്പര്യവും തമ്മിൽ ഒരു സന്തുലിതയെങ്കിലും ഉണ്ടാകണം എന്ന അടിസ്ഥാനപരമായ ബോധം, മറ്റാരെയും മുറിവേൽപ്പിക്കരുത് എന്നൊരു കരുതൽ, ഇങ്ങനെയുള്ള ഘടകങ്ങൾ ഒരു സമൂഹത്തിൻ്റെ അംഗങ്ങളുടെ എല്ലാം ഉള്ളിൽ വളർത്തിയെടുക്കുക, സ്വയം അഭിമാനിക്കുന്ന ഒരു സമൂഹം, എ സൊസൈറ്റി ദാറ്റ് ടേക്സ് ഇറ്റ് സെൽഫ് സീരിയസ്ലി, അതിൻ്റെ കടമയാണ്. പക്ഷേ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലാകട്ടെ, ഭാരതത്തിൻ്റെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലാകട്ടെ, വലിയ കാര്യം പറയുന്ന ഭാരതം വിശ്വഗുരുവാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്രകാരം മനുഷ്യൻ്റെ ഉള്ളിലെ അവൻ്റെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മേന്മ വരുവാൻ സഹായിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു സ്വാധീനം, എന്തെങ്കിലും ഒരു പരിപാടി, എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തുവാൻ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? അതിന് പകരം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, കയ്യൂക്കുള്ളവൻ ഞാൻ അതിലേക്ക് വരാൻ പോവുകയാണ്. പിന്നെ ആരും കാണാതെ എത്ര മോഷ്ടിച്ചാലും മിടുക്കൻ, ശതകോടികൾ മോഷ്ടിക്കുന്നവൻ, ഇപ്പം 100 രൂപ
പോക്കറ്റ് അടിച്ചാൽ അവൻ കള്ളനാണ്. 10,000 കോടി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവൻ മിടുക്കനാണ്. അവൻ ലണ്ടനിൽ നല്ല മണിമാളികയിൽ താമസിക്കും. ഭാരതത്തിൽ നിന്ന് അവിടെ പോകുന്ന രാഷ്ട്രീയക്കാർക്ക് നല്ല നല്ല വിരുന്ന് ഒരുക്കി കൊടുക്കും, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും. അവൻ മാന്യനാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇനിയും സമൂഹം ഈ ഒരു കാര്യത്തിൽ 100% പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ ചിന്തിക്കുന്നത് പോലും മണ്ടന്മാരുടെ ഒരു കാര്യമാണ്. മിടുക്കന്മാരിങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല എന്ന ധാരണയിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന. മാധ്യമധർമ്മം അങ്ങനെ തന്നെയാണ്. അതേ മാധ്യമ തൊഴിലാളികളാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മോറൽ പോലീസായിട്ട് നടക്കുന്ന എന്നും കൂടെ ഓർക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ചിരി വരാറുണ്ട്. അത് മറ്റൊരു കാര്യം. ഇനിയും ബോബി ചെമ്മന്നൂരിനെ പറ്റി എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ഒരു കാര്യം പറയാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പലരും പറയും കേരളത്തിൽ ഇപ്രകാരമുള്ള സംഭവം നടക്കുന്നത്, കേരളത്തിൽ ഒരു ലൈംഗിക ദാരിദ്ര്യം നിലനിൽക്കുന്നത് കൊണ്ടാണെന്ന് പറയും. അതൊക്കെ ചുമ്മാതെ ഒരു പറയാൻ കൊള്ളാമെന്നല്ലാതെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഭാരതത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും ഉള്ള പോലെ തന്നെ ലൈംഗികമായ ദാരിദ്ര്യമോ ലൈംഗികമായ സുഭിക്ഷതയോ കേരളത്തിലുമുണ്ട്. അതല്ല പ്രശ്നം. അതുകൊണ്ടല്ല ഈ ബോബി ചെമ്മൻ ഇപ്പോൾ കേരളത്തിൽ പൊതുവായിട്ടൊരു ലൈംഗിക ദാരിദ്ര്യം ഉണ്ടെന്ന് വിചാരിച്ചു, സെക്ഷൽ ഡെപ്രിവേഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. ബോബി ചെമ്മന്നൂർ ആ കൂട്ടത്തിൽപ്പെടുന്ന ആളല്ല. അദ്ദേഹം ഒരു വിധത്തിലും പട്ടിണി ഈ കാര്യത്തിലോ മറ്റേതെങ്കിലും കാര്യത്തിലോ അനുഭവിച്ചല്ല ജീവിക്കുന്നത്. അങ്ങനെ അനുഭവിച്ച് ജീവിക്കേണ്ട ഗതികേട് അദ്ദേഹത്തിനില്ല. അദ്ദേഹം സമ്പന്നനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യം മറ്റൊന്നാണ്. എന്താണ്? ഒരു മനുഷ്യന് എത്ര പണമുണ്ടായാലും അവന് വേണ്ടത്, ഒത്തിരി പണമൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോൾ അവന് വേണ്ടത് എന്താണ്? പൊതുശ്രദ്ധ ഏറ്റവും കൂടുതൽ തന്നിലേക്ക് കേന്ദ്രീകരിക്കണം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരാർത്തിയാണ് പൊതുശ്രദ്ധ ഏറ്റവും കൂടുതൽ മൊണോപ്ലൈസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയക്കാർ അവർ ഏറ്റവും താല്പര്യപ്പെടുന്നത് എന്താണ്? എന്നും കഴിയുമെങ്കിൽ എന്നും പത്രത്തിൽ എന്നെപ്പറ്റി എന്തെങ്കിലും ഒരു വാർത്ത വരണം. എന്തെങ്കിലും നല്ലതായിക്കോട്ടെ തീയതായിക്കോട്ടെ. ഇപ്പം നമ്മുടെ കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന കൃഷ്ണമേനോനെ പറ്റി ഒരു കാര്യം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിക്ക് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നത്, നല്ലതായിക്കോട്ടെ തീയതായിക്കോട്ടെ എന്നെപ്പറ്റി ഒരു ന്യൂസ് ഐറ്റം പത്രങ്ങളിൽ എല്ലാ ദിവസവും വരിക എന്നുള്ളത് നിൻ്റെ ചുമതലയാണ്. കേരളത്തിലെ വളരെ പ്രസിദ്ധനായിരുന്ന ഒരു ജഡ്ജി, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം അല്പം പ്രായാധിക്യത്തിലൊക്കെ ആയിരുന്നപ്പോൾ റിട്ടയർ ചെയ്ത ശേഷം, സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷവും അദ്ദേഹം വളരെ സക്രിയമായി ദീർഘനാൾ പ്രവർത്തിച്ചു. അദ്ദേഹം കൊച്ചിയിൽ ഒരു ക്ലബിൽ ആയിരുന്നപ്പോൾ കാല് തെറ്റി വീണപ്പോൾ ആളുകൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിയപ്പോൾ പറഞ്ഞു, ഇല്ലെങ്കിൽ ആദ്യം പ്രസ് ഫോട്ടോഗ്രാഫർ വരട്ടെ, അത് കഴിഞ്ഞിട്ട് എന്നെ എഴുന്നേൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് അതിശയോക്തിയായിരിക്കാം, പക്ഷേ ഇങ്ങനെ ഒരു റിപ്പോർട്ട് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മേലേക്കിടയിലുള്ള ആളുകൾ എന്ന മറ്റുള്ളവർ കരുതുകയും അവർ സ്വയം കരുതുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടത് അവർക്ക് ഭക്ഷണമോ അവർക്ക് സെക്സോ ഒന്നുമല്ല. അവർക്ക് വേണ്ടത് പൊതുശ്രദ്ധയിൽ ഇങ്ങനെ വിളങ്ങി നിൽക്കുക എന്നുള്ളതാണ്. അതിന് എന്ത് മാർഗം സ്വീകരിച്ചാലും അത് നല്ലതാണ് എന്ന ചിന്ത അവർക്ക് മാത്രമല്ല, കേരളത്തിൽ മറ്റെല്ലാവർക്കും പൊതുവെ ഉള്ളത് തന്നെയാണ്. ഇപ്പം നമുക്ക് ഇപ്പോൾ ദൂരേക്കൊന്ന് കണ്ണോടിച്ചാൽ ഇതിൻ്റെ പ്രസക്തി മനസ്സിലാകും. നിങ്ങൾ അമേരിക്കയിൽ പ്രസിഡന്റ് ഡെസിഗ്നേറ്റ് ഡൊണാൾഡ് ട്രംപ് ആണല്ലോ. അദ്ദേഹം വിജയിക്കാനുള്ള കാര്യം എന്താണ്? അദ്ദേഹം ഒരു ബുദ്ധിരാക്ഷസനായിട്ടാണോ? അദ്ദേഹം സാംസ്കാരികമായ മേന്മയുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടാണോ? കോവിഡ് കാലത്ത് കോവിഡിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സോപ്പ് ഇഞ്ചക്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സോപ്പ് കലക്കി കുടിച്ചാൽ മതി എന്ന് പറയുന്ന ശാസ്ത്രബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അമേരിക്കയെ പോലൊരു സമൂഹത്തിൽ അങ്ങനെ ഒരാളൊരു പൊട്ടത്തരം വിളിച്ച് പറഞ്ഞാൽ അവൻ്റെ രാഷ്ട്രീയ ഭാവി എന്നേക്കും അതിൻ്റെ മണ്ട അടഞ്ഞു പോകുമെന്നല്ലേ നാം വിചാരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ പോപ്പുലാരിറ്റി ആർജിച്ചു. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകളും നോക്കുമ്പോൾ വാസ്തവത്തിൽ പുച്ഛിച്ച് തള്ളേണ്ട കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് അർഹത പാലിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ കാനഡ
അമേരിക്കയുടെ ഭാഗമായി തീരണമെന്ന് അദ്ദേഹം പറയുന്നു. ഗ്രീൻലൻഡ് അമേരിക്കയുടെ ഭാഗമാണെന്ന് പറയുന്നു. പനാമ കനാൽ അമേരിക്ക പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ എന്തിനാണ് പറയുന്നത്? പൊതുശ്രദ്ധ, ലോകത്തിൻ്റെ മുഴുവനും ശ്രദ്ധ പിടിച്ചു പറ്റാൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ 20-ാം തീയതി സ്ഥാനമേൽക്കുന്നതിന് മുൻപ് ഗാസയിലെ തടവിലാക്കപ്പെട്ട ഹോസ്റ്റേജസിനെ വിറ്റില്ലെങ്കിൽ ഓൾ ഹെൽ വിൽ ബ്രേക്ക് ലൂസ്. അത് അവിടെ ഒന്നും ചെയ്യാൻ പോകുന്നൊന്നുമില്ല. ഇപ്പോൾ ഇസ്രയേൽ ചെയ്യുന്നതിനപ്പുറത്തൊന്നും ചെയ്യാനുമില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ലോകത്തിൽ മുഴുവനും അദ്ദേഹം ശ്രദ്ധിക്കപ്പെടും. ഇത് ഈ തരത്തിലുള്ള ആളുകളുടെ ഒരു ഭ്രാന്താണ്. അവർക്ക് ഇത് ലഹരി മരുന്ന് പോലെയാണ്. ഇപ്പോൾ ബോബി ചെമ്മന്നൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു പരിപാടി ഇനോഗ്രേറ്റ് ചെയ്യാൻ ഹണി റോസ് തന്നെ വേണമെന്നെന്താണ് താല്പര്യം? പിണറായി വിജയനെ കൊണ്ട് ജയിക്കാൻ ഒക്കത്തില്ല. അദ്ദേഹം വിളിച്ചാൽ പിണറായി വിജയൻ വരത്തില്ലേ? അല്ലെങ്കിൽ അദ്ദേഹം വിളിച്ചാൽ നമ്മുടെ ഏതെങ്കിലും ഒരു തിരുമേനിമാർ, എത്രയോ മഹാന്മാരായ അമ്പരചുംബികളായ തിരുമേനിമാർ കൊണ്ട് അവരെ കാര്യങ്ങളും ചെയ്യിച്ചുകൂടെ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹിത്യകാരൻ, ഒരു അധികാരനായ സാഹിത്യകാരൻ മരിച്ചുപോയി, എന്നാൽ ഇപ്പോഴും തലയെടുപ്പുള്ള സാഹിത്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്, അതൊന്നും പോരാ. അദ്ദേഹത്തിന് ഹണി റോസ് തന്നെ വേണം. കാരണം അതിനാണ് ഗ്ലാമർ എന്ന് പറയുന്നത്. ഗ്ലാമർ. ഹണി റോസിനും അറിയാം തൻ്റെ പ്രധാനപ്പെട്ട തന്നെ അവിടെ വിളിച്ച് ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ച് പൊതുരംഗത്ത് അവതരിപ്പിച്ച് അതുകൊണ്ട് ബോബി ചെമ്മന്നൂർ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ്. അതിൻ്റെ പ്രതിഫലം താൻ കൈപ്പറ്റുന്നുണ്ട്. അത് ഗ്ലാമർ. അപ്പോൾ ഇതൊരു ഗ്ലാമർ എന്ന് പറയുന്നൊരു കച്ചവട ചരക്കും കൂടെയാണെന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗ്ലാമർ വിലയ്ക്ക് വാങ്ങിക്കാനായി ശ്രമിക്കുന്നൊരു വ്യക്തി, അദ്ദേഹം ഒരു ഇൻവെസ്റ്ററാണ്, അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്, അദ്ദേഹം ഒരു എൻ്റർപ്രന്യൂറാണ്. അതിപ്പോൾ അദ്ദേഹം 10 രൂപ മുടക്കിയാൽ 11 രൂപയുടെ പ്രതിഫലം റിട്ടേൺസ് ഇല്ലെങ്കിൽ നാണക്കേടാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം ഈ ഒരു സംഭവത്തെ കച്ചവടവൽക്കരിച്ചതാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ പറയുന്നതാണ് ആത്യന്തികമായി ശരിയെന്നൊന്നും ഒരു വാദവും ഒരു നിലപാടും എനിക്കില്ല. അങ്ങനെയാണ് എനിക്കിതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. തെറ്റാണോ ശരിയാണോ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അതങ്ങനെ തന്നെയാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവും ഹണി റോസിനുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും കേട്ടും നടത്തുന്ന ഒരു ക്രയവിക്രയത്തിൻ്റെ സ്വഭാവം ഇതിലുണ്ടോ ഇല്ലയോ എന്നെനിക്ക് സംശയം മാത്രമാണ്. ഞാൻ ഒന്നും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഈ സംഭവം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ ഈ പരാതിക്കാർ മിണ്ടാതിരുന്നതൊരു ചോദ്യം ഉദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇത് കേസ് എൻ്റെ പ്രശ്നമേ അല്ല. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു സാഹചര്യം നാം എല്ലാവരും കൂടെ ചേർത്തുണ്ടാക്കി വെക്കുന്നതാണ്. ഒരുത്തൻ പണക്കാരനായാൽ അവൻ പൊതുശ്രദ്ധ അതിൽ കത്തി വിളങ്ങി നിൽക്കാനുള്ള അവകാശമുണ്ട്. പണം നമുക്കറിയാം, കോടിയുള്ളവൻ കോടീശ്വരനാണ്. അപ്പോൾ ഈശ്വരനാണെങ്കിൽ എല്ലാവരുടെയും കണ്ണിൽപ്പെട്ട് നിൽക്കാനുള്ള അവകാശം അവനുണ്ട്. അപ്പോൾ പണ്ടത്തെ ഈശ്വരന്മാരെ ജനം വിളിച്ചപേക്ഷിച്ച് ഇപ്പോഴത്തെ ഈശ്വരന്മാരാരും തിരിഞ്ഞു നോക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ തിരിഞ്ഞു നോക്കാത്ത ജനത്തെ കൊണ്ട് തിരിഞ്ഞൊന്ന് നോക്കിപ്പാൻ എന്താണ് പണിയെന്ന് നോക്കുമ്പോഴാണ് ഈ ഹണി റോസിനെ പോലെയുള്ള സെലിബ്രിറ്റീസ്, ഗ്ലാമർ എംബോഡിമെൻറ്റ്സ്, ഗ്ലാമർ ദേവതകൾ, അവരെ ഒന്ന് അവതരിപ്പിച്ചാൽ അത് എൻ്റെ ഉദ്ദേശം, എൻ്റെ ലക്ഷ്യം പ്രാപിക്കാം. അല്ലാതെ ഹണി റോസിനെ കൊണ്ട് അവതരിപ്പിച്ച് ഇയാൾക്ക് എന്ത് നേടാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെങ്കിൽ പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കാൻ യാതൊരു പ്രയാസമില്ല. അപ്പം പറഞ്ഞു വന്നത്, ഇതിലെല്ലാം സാംസ്കാരികവും ധാർമ്മികവും ബൗദ്ധികവുമായ ചില പാപ്പരത്വം പതിയിരിപ്പുണ്ട്. നാം അതിനെ ഒന്ന് പരിഗണിക്കണമെന്ന് മാത്രം എനിക്ക് പറയാനുണ്ട്. ഹണി റോസിനെ വിമർശിക്കാനോ ബോബി ചെങ്ങന്നൂരാക്കാൻ ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല, അതെൻ്റെ ജോലിയുമല്ല, എനിക്കതിൽ താല്പര്യവുമില്ല. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന പൊതുവികാരങ്ങൾ, പൊതുദർശനങ്ങൾ, സാംസ്കാരികവും ധാർമ്മികവുമായ നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ, എല്ലാറ്റിനും ഉപരി മലയാളിയുടെ പാപ്പരത്വം, മലയാളിയുടെ അല്പത്തരം, മലയാളിയുടെ ഉൾക്കാമ്പ് നശിച്ചു പോയ ഈ ഒരവസ്ഥ, ഇത് പരിഗണിക്കപ്പെടേണ്ട ഒരവസ്ഥ തന്നെയാണ്. അതിൻ്റെ ചില ബാഹ്യ പ്രകടനങ്ങളായിട്ടാണ് ഞാൻ ഇവയൊക്കെയും കാണുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ബോബി ചെമ്മന്നൂരിനെ
റിമാൻഡ് ചെയ്തത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് ഹണി റോസ് പറയുന്നതിനോട് ഞാൻ യോജിക്കുകയാണ്. അതേസമയം തന്നെ എനിക്ക് ഹണി റോസിനോടും ബോബി ചെമ്മന്നൂരിനോടും ഈ രണ്ടുപേരുടെ സൈഡും കൂടി നിന്ന് പരസ്പരം ദ്വന്ദ്വയുദ്ധം നടത്തുന്ന മറ്റൊന്നും ചെയ്യാനില്ലാത്ത സമയം പോകാനായിട്ട് ഈ പരിപാടിയെ കൈകാര്യം ചെയ്യുന്ന മലയാളികളോടും പറയാനുള്ളത്, മനുഷ്യൻ്റെ ജീവിതത്തിൽ നിയമം മാത്രമല്ല, മനുഷ്യൻ്റെ ജീവിതം നിയമം അതിൻ്റെ ഒരു അംശമാണ് എങ്കിലും നിയമത്തിൽ നിന്ന് വളരെയധികം മുൻപോട്ട് പോകുന്ന അതിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന അനേക ഘടകങ്ങളുണ്ട്. അവയെല്ലാം കൂടെ പരിഗണിക്കുക നമ്മുടെ ഒരു കടമയാണ്. എന്നാൽ മാത്രമേ നാം യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിൻ്റെ വെളിച്ചം ഒരിക്കലെങ്കിലും ഒരു മിന്നാമിനുങ്ങ പോലെയെങ്കിലും കാണുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകുകയുള്ളൂ. കേരളം മനുഷ്യത്വത്തിൻ്റെ വിളനിലമാകട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ സമയത്ത് എനിക്ക് ഏവരുമായി പങ്കിടാനുള്ളത്. ആ കടമ നിർവഹിച്ചതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിരമിക്കുന്നു. ഏവർക്കും എൻ്റെ നമസ്കാരം.